ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് പഠിക്കാൻ പോണത് SA ഓർ ISA 330 ആണ്. ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയും. ഇതൊരു കണ്ടിന്യൂഷൻ ഓഫ് SA 315 എന്ന് പറയാം. റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല, SA 315 എന്താണെന്നൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കണം. എന്നാലേ നമുക്ക് SA 330 എന്താണെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ കാണാം. സംഭവം പഠിച്ചതിന് ശേഷം SA 330യിലേക്ക് വരാം. സോ നമുക്ക് മിനിമം ഇതിൽ വേണ്ട ഒരു നോളേജ് എന്ന് പറയുന്നത് എന്താണ് SA 315, എന്താണ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. അതിൽ തന്നെ എന്താണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, എന്താണ് അതിന് കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഇൻഹെറന്റ് റിസ്ക്, എന്താണ് കൺട്രോൾ റിസ്ക്, എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. സോ കണ്ടിന്യൂയിങ് ടു ദിസ് ഡിസ്കഷൻ, നമ്മൾ SA 330യിൽ വരാൻ പോകുന്നത് ഒരു റെസ്പോൺസ് ആണ്. സോ വൺസ് നിങ്ങൾ റിസ്ക് എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനീനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനെ റെസ്പോണ്ട് ചെയ്യണം. സോ അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ എന്താണ് പറയാൻ പോണേ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഈ ഏരിയയിൽ ഇത്രയും മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിന്റെ പേരിൽ ആ മിസ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കലാണ് നമ്മുടെ സിമ്പിളി പറയുകയാണെങ്കിൽ ഒരു ഓഡിറ്റ്. സോ അതിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേറ്റ്മെന്റ് എവിടെയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഏരിയാസ് കണ്ടുപിടിക്കണം. ആ റിസ്ക് ഉള്ളിടത്ത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അവിടെയൊക്കെയല്ലോ നമുക്ക് കൂടുതൽ മിസ്റ്റേറ്റ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ SA 315 പ്രകാരം റിസ്കുകൾ അനലൈസ് ചെയ്യുന്നത്. സോ വൺസ് ഇപ്പോൾ മേ ബി ഈ ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മേ ബി നമ്മൾ റിസ്ക് അസസ്മെന്റ് പ്രകാരം സെയിൽസിൽ നമ്മളൊരു ഹൈ റിസ്ക് കണ്ടിട്ടുണ്ടായിരിക്കാം, മേ ബി പർച്ചേസസിൽ ഒരു BDM ആയിരിക്കാം, ഓർ മേ ബി അതർ എക്സ്പെൻസസ് ലോ ആയിരിക്കാം. സം റീസൺസ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന പോലെ എൻറ്റിറ്റി, എൻവയോൺമെന്റ്, ഇന്റേണൽ കൺട്രോൾ, ഈ പല കാര്യങ്ങൾ കൊണ്ടും ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും നമ്മൾ പഠിക്കും. ദർ ആഫ്റ്റർ നമ്മൾ ഈ ഒരു ക്ലാരിറ്റിക്ക് ശേഷമാണ് നമ്മൾ ആക്ച്വൽ ടെസ്റ്റിങ്ങിലേക്ക് പോകുന്നത്. ഈ ആക്ച്വൽ ടെസ്റ്റിങ്ങിന്റെ റിസൾട്ടിലായിരിക്കും നമ്മൾ ഒപ്പീനിയൻ കൊടുക്കാൻ പോകുന്നത്. സോ SA 315 ഓർ ISA 315 ഈ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ലൈക്ക് ഇൻക്വയറിയിലൂടെ നമ്മൾ ഇത് മനസ്സിലാക്കും. യൂഷ്വലി 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്: ഇൻക്വയറി, ഇൻസ്പെക്ഷൻ ഓർ ഒബ്സർവേഷൻ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഇതിന്റെ ഒരു മൂന്നിന്റെയും കോമ്പിനേഷനിലൂടെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. നൗ 330ലേക്ക് വരുമ്പോൾ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്നാണ് നമ്മളതിനെ പറയുക. സോ രണ്ടെണ്ണമാണ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഉള്ളത്. ഒന്ന് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും, രണ്ട് ടെസ്റ്റ് ഓഫ് കൺട്രോൾസും. സോ സപ്പോസ് നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ബാലൻസ് ഷീറ്റ് എടുക്കാമെന്നിരിക്കുക. നിങ്ങൾ 315 പ്രകാരം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോരോ റിസ്കുകൾ കണ്ടുപിടിച്ചു. സപ്പോസ് നിങ്ങൾ ഇൻവെന്ററി ആണ് വർക്ക് ചെയ്തെന്ന് വയ്ക്കാൻ. സപ്പോസ് നിങ്ങളൊരു ടീം മെമ്പർ ആണ്, നിങ്ങൾ ഇൻവെന്ററിയിലാണ് വർക്ക് ചെയ്തത്. നിങ്ങൾ അവിടുത്തെ ഇൻവെന്ററിയുടെ ഇൻഹെറന്റ് റിസ്ക് ആദ്യം അനലൈസ് ചെയ്തു. അപ്പോൾ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രി മേ ബി വളരെ വോളറ്റൈൽ ആയിട്ടുള്ളൊരു ഇൻവെന്ററി ഡീൽ ചെയ്യുന്ന ഒരാൾക്കാണ്. അതിന്റെ വാല്യൂ പെട്ടെന്ന് മാറുന്നുണ്ട്. സോ കോസ്റ്റ് ഓർ നെറ്റ് വാല്യൂവിൽ ഹൈ റിസ്ക് നിങ്ങൾ കാണുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് മാറുന്നതിന്റെ പേരിൽ മേ ബി അതിൽ തെറ്റുണ്ടാവാം കമ്പയറിംഗ് ടു അതർ കമ്പനീസ്. സോ അവിടെ നിങ്ങൾ ഇൻഹെറന്റ് റിസ്ക് മേ ബി ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് നിങ്ങൾ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്തു. നൗ ഓൾസോ നിങ്ങൾ അതിന്റെ കൺട്രോൾസിലേക്ക് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ കൺട്രോൾസ് ഉള്ളതിന്റെ പേരിൽ സ്റ്റിൽ ഈ ഇൻഹെറന്റ് റിസ്ക് കുറെ അത് മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കൺട്രോൾ റിസ്ക് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തു. അത് നിങ്ങൾ മേ ബി ഒരു ലോ ആയിട്ടായിരിക്കും മേ ബി കൺസിഡർ ചെയ്തേക്കണേ. സോ നിങ്ങൾ കൺട്രോൾസ് റിലൈസ് ചെയ്യാൻ പ്ലാൻ ഇട്ടു. സോ ഇവിടെ സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിങ്ങും ടെസ്റ്റ് ഓഫ് കൺട്രോൾസിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൺട്രോൾസിനെ റിലൈസ് ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കൺട്രോൾസിനെ ടെസ്റ്റ് ചെയ്യും, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. പിന്നെ എനിവേ നമുക്ക് ഇൻഹെറന്റ് റിസ്കിന് എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. സോ ഇതാണ് സിംപിളി SA 330ൽ നമുക്ക് ചെയ്യാന്നുള്ളത്. സോ വൺസ് നിങ്ങളൊരു കൺട്രോൾസ് റിലേ ചെയ്യാന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ എൻ്റെ ഒരു ബാലൻസ് ഷീറ്റിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇൻവെന്ററിയുടെ കേസിൽ കൺട്രോൾസ് നല്ലതെന്ന് പറഞ്ഞു. സപ്പോസ് നിങ്ങൾ അക്കൗണ്ട്സ് റിസീവബിൾ ആണ് ടെസ്റ്റ് ചെയ്തെന്നിരിക്കുക. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മേ ബി സെയിം റീസൺ തന്നെ വരുന്നത്. ബട്ട് അവിടെ ഇൻഹെറന്റ് റിസ്ക് സപ്പോസ് ഹൈ തന്നെയാണ്, സെയിം പോലെ തന്നെ ബിക്കോസ് ഓഫ് സം റീസൺസ്. ബട്ട് കൺട്രോളിനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കി കൺട്രോൾ റിസ്ക് ഇറ്റ്സ് വെരി ഹൈ. അവിടെ കൺട്രോൾ ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെയാണ്. ഉള്ള കൺട്രോൾസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഡിസൈനൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് പ്രോപ്പർ അല്ല. മേ ബി യു വിൽ ഡിസൈഡ് നോട്ട് ടു റിലൈ ഓൺ ദാറ്റ് കൺട്രോൾസ്. കാരണം അൾട്ടിമേറ്റ്ലി കൺട്രോൾസിൽ റിലേ ചെയ്തു, കൺട്രോൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്താ അൾട്ടിമേറ്റ്ലി കിട്ടാൻ പോണേ, കൺട്രോൾ വർക്ക് ചെയ്യില്ലെന്നുള്ളതാണ്. അപ്പോൾ അത്രയും ടെസ്റ്റ് ചെയ്ത് വെറുതെ ആയില്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യും, ആ കൺട്രോൾസിനെ റിലൈ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കും. സോ ഈ ഒരു കേസിൽ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൽ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഉണ്ടായിരിക്കില്ല ഫോർ ദിസ് പാർട്ട്. സോ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് വിൽ ബി ഓൺലി ദർ വെൻ യു ആർ റിലൈങ് ദ കൺട്രോൾസ്. അത് കൂടുതലും വരുന്നത്
ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസോ ഇല്ലെങ്കിൽ നല്ല ഡിസൈൻ നോക്കാം ഒരു കൺട്രോൾസിൻ്റെ. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഹോട്ടൽ ഉണ്ടെന്നിരിക്കുക. ആ ഹോട്ടലിൽ മേ ബി ഒരു ഹോട്ടലിലേക്ക് പൊതുവെ നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും കയറുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും, നമ്മളെപ്പോഴും ചെക്ക് ചെയ്യാനായിട്ട്. അതൊരു കൺട്രോളാണ്. ബട്ട് ആ സെക്യൂരിറ്റി നമ്മൾ കാർ കൊണ്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ കാർ മുഴുവൻ ചെക്ക് ചെയ്യും, നമ്മളെ മൊത്തം ചെക്ക് ചെയ്യും, എന്തെങ്കിലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാര്യമുള്ളതിലുണ്ടോ എന്നൊക്കെ നോക്കും, അത് നമ്മൾ കയറ്റിവിടും. അത് നല്ലൊരു ഡിസൈൻ, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോളാണ്. റിസ്ക് എന്തായിരുന്നു, ഇങ്ങനത്തെ ബോംബോ അങ്ങനെ കാര്യങ്ങളൊന്നും ആ ഹോട്ടലിലേക്ക് കയറരുതെന്നുള്ള റിസ്കിനെ അഡ്രസ് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്നത്. ബട്ട് അതിന് പകരം മേ ബി ഒരു CCTV ആയിരുന്നെങ്കിലോ, കാറ് പോവും, CCTVക്ക് കാണാൻ പറ്റിയാൽ പോലും പെട്ടെന്ന് ഒരു പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡിസൈൻ മോശമാണെന്ന് പറയാം. അപ്പം നമുക്ക് എന്തൊരു കൺട്രോൾ ഒരു കമ്പനിയിലേക്ക് വരുന്ന സമയത്തും അവിടെ ബോംബ് കയറണതാണ് റിസ്ക് എങ്കിൽ, കമ്പനിയെ സംബന്ധിച്ച് FSലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ മീൻസ് തെറ്റണതാണ് റിസ്ക്. തെറ്റാണ്ടിരിക്കാൻ വേണ്ടി മാനേജ്മെന്റ് കുറേ കൺട്രോൾസ് കൊണ്ടുവന്നു. അത് കാണുമ്പോൾ തന്നെ ഡിസൈൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് പ്രോപ്പർ അല്ല എന്നുള്ളത്, എത്രത്തോളം കൺട്രോൾ റിസ്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ ഹയർ ദ കൺട്രോൾ റിസ്ക് യു വിൽ ഡിസൈഡ് നോട്ട് ടു റിലൈ. ബട്ട് വൺസ് യു ഡിസൈഡഡ് ടു റിലൈ ഓൺ ദിസ് കൺട്രോൾ, ദെൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും. സോ ഇത്രയും ബേസിക്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഈ മൊത്തം പഠിക്കാൻ പോകുന്നത്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിൽ എന്തൊക്കെ നോക്കണം, ഇതിനെങ്ങനെ കോമ്പിനേഷൻ എങ്ങനെ തന്നെ, ഇത്രയും മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ക്രക്സ് ആയിട്ടുള്ളൊരു ബേസിക്സ്. സോ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് SA 315 പ്രകാരം നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്തു ത്രൂ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്. ദെയർ ആ റിസ്കിന് റെസ്പോൺസ് ആയിട്ട് നമ്മൾ 330 പ്രകാരം റെസ്പോൺസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഓഡിറ്റ് റെസ്പോൺസ് ടു ദ അസസ്ഡ് റിസ്ക്. ഈ റിസ്ക് ആണ് ഇവിടെ പറയുകയാണ് അസസ്ഡ് റിസ്ക്. ദെയർ അതിലെന്തൊക്കെ ചെയ്യും, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യാം, ഓർ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യാം. എപ്പോഴും ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മൾ ഇന്റേണൽ കൺട്രോളിൽ പഠിച്ചേക്കണം, ഫിൽട്ടർ ടെസ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ ഇന്റേണൽ കൺട്രോൾസ് കറക്റ്റ് ആണെങ്കിൽ അതിനർത്ഥം തെറ്റ് വരില്ല എന്നുള്ളതല്ലേ, അന്ന് അങ്ങനെ ചെയ്യാം. അതിൻ്റെ ഒപ്പം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് മീൻസ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് മീൻസ് ആക്ച്വലി വൗച്ച് ചെയ്യുക. നമ്മൾ ഈ റവന്യൂ ഒക്കെ ആണെങ്കിൽ ഇൻവോയ്സസ് എല്ലാം മേടിച്ചിട്ട് ഈച്ച് ഇൻവോയ്സസും ഈച്ച് ജേണൽ എൻട്രിയും വെച്ച് മാച്ച് ചെയ്ത് പോവുക, അതാവാം. ഓർ മേ ബി ടെസ്റ്റ് ഓഫ് ബാലൻസസ് ഒക്കെ ആണെങ്കിൽ മേ ബി നമ്മൾ ആക്ച്വൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ആക്ച്വൽ സ്റ്റേറ്റ്മെന്റ് മേടിച്ചിട്ട് അതും വെച്ച് കമ്പയർ ചെയ്യുക, അങ്ങനെ വെരിഫൈ ചെയ്യാം. അത് തന്നെ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതൊരു വൗച്ചിങ് എന്ന് പറയാം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷനും നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും. മേ ബി നിങ്ങൾ റവന്യൂവിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മേ ബി ലാസ്റ്റ് 5 കൊല്ലത്തെ റവന്യൂ കറണ്ട് ഇയറിലെ റവന്യൂ കമ്പയർ ചെയ്യും, ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് പോണേ. മേ ബി കമ്പനിയുടെ എക്സ്പെൻസ് എത്രത്തോളം കൂടി അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ റവന്യൂ കൂടിയേക്കണേ, അങ്ങനെ ചെയ്യാം. ഇതിന് മൊത്തത്തിലാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. റിയൽ ലൈഫ് ഓഡിറ്റിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും കൺട്രോൾസിലേക്ക് കൂടുതൽ റിലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. കൺട്രോൾസ് എഫിഷ്യൻ്റ് ആണെന്നും വരാം ഓർ മേ ബി എഫിഷ്യൻ്റ് അല്ല എന്നും വേണമെങ്കിൽ പറയാം. എഫിഷ്യൻ്റ് മീൻസ് എന്താ പറയുക, ഡീവിയേഷൻസ് ഒന്നുമില്ല. എഫിഷ്യൻ്റ് ആണെങ്കിൽ ബെറ്റർ, ഏറ്റവും പെട്ടെന്ന് ഓടിത്തീരും. തീരും. കാരണം നമ്മൾ കൺട്രോൾസിൽ റിലയൻസ് എടുക്കുന്നു, കുറച്ച് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിംഗ് മാത്രം ചെയ്താൽ മതി. പ്രശ്നം വരാൻ പോകുന്നത് കൺട്രോൾസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടും എഫിഷ്യൻ്റ് അല്ല, ഡീവിയേഷൻസ് ഉണ്ട് എന്ന് കാണുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ചെയ്ത ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് തന്നെ വേസ്റ്റ് ആയി, കാരണം റിലയൻസ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ദെൻ നമ്മുടെ എല്ലാ പരിപാടിയും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിലേക്ക് വരും. സോ ഇതാണ് ഓവറോൾ റിവ്യൂ ഓഫ് കൈൻഡ് ഓഫ് SA 330. സോ നമ്മൾ പഠിച്ച പോലെ തന്നെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആണ് നമ്മൾ ഈ SA 330 ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം എന്ത് ചെയ്യുക, ഇൻ ഡിസൈനിങ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അണ്ടർ SA 330 ദ ഓഡിറ്റർ ഷാൾ കൺസിഡർ ദ റീസൺ ഫോർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ROMന്റെ കോമ്പിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഇൻഹെറന്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. ഇതിന്റെ റീസൺ എന്താണ്? അപ്പോൾ ലൈക്ലിഹുഡ് ഡ്യൂ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് മേ ബി അക്കൗണ്ട് ബാലൻസ്, ഡിസ്ക്ലോഷേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്. അതാണ് നമ്മുടെ ADT എന്ന് പറഞ്ഞേക്കുന്നത്. എപ്പോഴും ഇങ്ങനത്തെ കുറേ കീവേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് കൈൻഡ് ഓഫ് ഹെൽപ്ഫുൾ ടു റിമെമ്പർ. സോ ഇവിടെ വരുമ്പോൾ ഇൻഹെറന്റ് റിസ്കിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇൻവെന്ററി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ റിസ്ക് ഹൈ, ഇൻഹെറന്റ് റിസ്ക് ഹൈ ആണെന്ന് പറയാൻ പല കാരണങ്ങളുണ്ടാവാം. മേ ബി അതിൻ്റെ വാല്യുവേഷൻ റിസ്ക് ഉണ്ടാവാം. ആ പറഞ്ഞ പർട്ടിക്കുലർ ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ടഫാണ് മാനേജ്മെന്റിന്, അപ്പോൾ എപ്പോഴും തെറ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്, അതാവാം. ഓർ മേ ബി ആ ഇൻവെന്ററി കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ടും ചിലപ്പോൾ റിസ്ക് ആവും. സിംപ്ലി പറയുകയാണെങ്കിൽ ഈ അസേഷൻസ് ഉണ്ടല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്, ആ അസേഷൻസ് തെറ്റാനുള്ള ചാൻസിനാണ് ഈ
കൈൻഡ് ഓഫ് ഇൻഹെറന്റ് റിസ്ക് നമ്മൾ കൂടുതലും പറയുന്നത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, അതൊക്കെ കൂടുതലും പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ എക്സാം ഓറിയന്റഡ് പറയുമ്പോഴും മാത്രമേ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് അസഫിനെ മനസ്സിലാക്കുക, ഈ ഇൻഹെറന്റ് റിസ്ക് ഹൈ ആവാൻ കാരണമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, കാരണം അതിന് റെസ്പോൺസ് ആയിരിക്കുമല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വെദർ കൺട്രോൾ റിലയൻസ് ഇസ് ടേക്കൺ. നിങ്ങൾ ഓരോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏരിയസിലേക്ക് പോയപ്പോൾ ഓരോരോ കൺട്രോൾസിനെ കുറിച്ച് നോക്കി. കൺട്രോൾസിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ടു പ്രിവെന്റ്, ഡിറ്റക്ട് ഓർ കറക്റ്റ് ദ മിസ്റ്റേറ്റ്മെന്റ്സ്. അത് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യാൻ പറ്റിയ കൺട്രോൾസ് ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ റിയലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ദെൻ ഞാൻ എന്ത് ചെയ്യും? ആ പറഞ്ഞ കൺട്രോളിൽ നിന്ന് എത്ര കൺട്രോൾ റിസ്ക് വരുന്നുണ്ട്. ഹയർ ദ കൺട്രോൾ റിസ്ക് സ്റ്റിൽ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ തീരുമാനിച്ചു, എന്നിട്ട് വരുന്ന കൺട്രോൾ റിസ്ക് മേ ബി ഹൈ എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം റിസ്ക് ഒക്കെ കൺട്രോൾ റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ റിസ്ക് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം ഹയർ ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്, ഹയർ ദ എവിഡൻസ് വി നീഡ്. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്. ദെൻ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ടെസ്റ്റ് ഓഫ് കൺട്രോൾസിന്റെ ആസ്പെക്റ്റിലാണ്. സോ എപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യേണ്ടത്? ഇത്ര നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. The auditor shall design and perform test of controls to obtain sufficient and appropriate audit evidence as to the operating effectiveness of the controls when ഈ രണ്ട് കാര്യങ്ങൾ എക്സിസ്റ്റ് ആകുമ്പോൾ. സോ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് എപ്പോഴും ആലോചിക്കുക. ഒരു കൺട്രോൾ എപ്പോഴാണ് ഓപ്പറേറ്റീവ് എഫക്റ്റീവ് ആവണേ? അത് ഐദർ പ്രിവെന്റ് ചെയ്യണം ഓർ അത് ഡിറ്റക്ട് ഓർ കറക്റ്റ് ചെയ്യണം. ഈ പറഞ്ഞ രണ്ട് കോമ്പിനേഷൻ ഉണ്ടെങ്കിലാണ് അത് ഒരു നല്ലൊരു കൺട്രോൾ ആവുള്ളൂ. സോ നിങ്ങൾ ആ എല്ലാ കൺട്രോൾസിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ചില കൺട്രോൾസ് പ്രോപ്പറാണ്, ചില കൺട്രോൾസ് പോരാ. സോ പ്രോപ്പർ ആണെന്നുള്ളിടത്ത് നിങ്ങൾക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. സോ ദ റിസ്ക് അസസ്മെന്റ് ഇൻക്ലൂഡ്സ് എക്സ്പെക്ടേഷൻ ദാറ്റ് കൺട്രോൾസ് ആർ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആൻഡ് ഓഡിറ്റർ ഇന്റൻഡ് ടു റിലേ കൺട്രോൾസ്. നിങ്ങൾ തീരുമാനിച്ചു കുറച്ച് കൺട്രോൾസിന് റിലേ ചെയ്യാം, അതുവഴി ബാക്കിയുള്ള ടെസ്റ്റിംഗ് കുറച്ച് കുറയ്ക്കാം. സോ ആ ഒരു കേസിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യേണ്ടി വരും. സെക്കൻഡ് കേസിൽ വേറെ വഴിയില്ല, നിങ്ങൾക്ക് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നിങ്ങൾ വലിയ ഓഡിറ്റിലേക്ക് പോകുന്ന സമയത്ത്, സപ്പോസ് ഒരു ചെറിയൊരു ഓഡിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഇല്ലാണ്ട് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് വെച്ച് മാത്രം ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ പണിയായിരിക്കും. കുറേ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുക, തലങ്ങും വിലങ്ങും നോക്കുക. ബട്ട് ചെറിയ ഓഡിറ്റിലൊക്കെ അത് പ്രാക്ടിക്കലാണ്. ബട്ട് നിങ്ങൾ റിലയൻസോ ടാറ്റയൊക്കെ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് കൺട്രോൾസ് ഇല്ലാത്തൊരു സിസ്റ്റമാണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മളത് എടുക്കില്ല. കാരണം അങ്ങനത്തെ വലിയ കമ്പനികളിൽ എത്രത്തോളം ട്രാൻസാക്ഷൻസ് ഉണ്ട് ഒരു കൊല്ലം, അത്രയും ടീമിനും കൊണ്ട് നമുക്കൊന്നും പോകാൻ പറ്റില്ല. ബട്ട് TODയോ അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് വെച്ച് മാത്രം നമുക്ക് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി TOC വേണ്ടി വരും, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് റിലയൻസ് എടുത്താലേ ഓഡിറ്റ് തീരുള്ളൂ. കാരണം മേ ബി അവിടെയൊക്കെ നമ്മൾ 10% ഓഫ് സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി മോസ്റ്റ് റിലയൻസ് എടുക്കാൻ പോകുന്നത് കുറേ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും. സോ ഈ രണ്ട് കേസുകളിലാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുക, higher the reliance on the controls, higher the evidence you need to gather, especially for only TOCs the testing. ഇപ്പോൾ സപ്പോസ് ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ നിങ്ങൾ അനലൈസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുമില്ല, മേ ബി അത് വളരെ പാടാണ്. അപ്പോൾ ആ കേസിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് മാത്രമുള്ളൊരു ഓപ്ഷൻ. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും 330ലേക്ക് വരണ സമയത്ത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, സബ്സ്റ്റാൻറ്റീവ് ബോഡി പ്രൊസീജിയേഴ്സ് ഓർ മേ ബി ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആവാം. സോ ഈ ഒരു പ്രൊസീജിയേഴ്സിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പക്ഷം നിങ്ങൾ ഫുൾ ചെയ്യാൻ പോകുന്നത് TOC ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹയർ ദ എവിഡൻസ് നിങ്ങൾക്ക് കൺട്രോൾസിൽ നിന്ന് കിട്ടേണ്ടി വരും. സിമ്പിൾ മാക്സ് കൈൻഡ് ഓഫ് ലോജിക്കാണ്. എന്താ അവിടെ നിന്ന് കിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കുക. സോ വൺസ് യു ഡിസൈഡ് ടു ഡു ദ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്, നിങ്ങൾ അതിൻ്റെ നേച്ചറും അതിൻ്റെ എക്സ്റ്റെൻറ്റും തീരുമാനിക്കണം. എവിടെയൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോണേ, എത്രത്തോളം ടെസ്റ്റ് ചെയ്യണം. സോ ഇതിന് കോമൺ ആയിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ ഇൻക്വയറി ആയിരിക്കും. നിങ്ങൾ കുറേ പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടുണ്ടാവല്ലോ. ഇൻക്വയറി, ഒബ്സർവേഷൻ, ഇൻസ്പെക്ഷൻ, റീപെർഫോമൻസ്, റീകാൽക്കുലേഷൻ, അങ്ങനെ കുറേ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ എന്ത് കോമ്പിനേഷൻ വേണം ഉപയോഗിക്കാനായിട്ട്? യൂഷ്വലി ഇൻക്വയറി ആയിരിക്കും. കാരണം നമ്മൾ എന്ത് കൺട്രോൾസിനെ സംബന്ധിച്ച് നമുക്ക് ഒന്നും വരാണ്ടല്ലോ നമുക്ക് കയറി ചെല്ലണേ. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കുക കൺട്രോൾസ് എങ്ങനെയാണെന്നുള്ളത്. ചോദിച്ച് മനസ്സിലാക്കി മാത്രം പോരാ. കാരണം ഒരാൾ പറഞ്ഞ് കേട്ടിട്ട് ഓക്കെ എല്ലാം ശരി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വന്നു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. നമ്മൾ കണ്ട് തന്നെ വിശ്വസിക്കണം കുറേ കാര്യങ്ങൾ, ഓർ മേ ബി ഇൻസ്പെക്ട് ചെയ്ത് തന്നെ വിശ്വസിക്കണം. സോ ഇതിനൊരു കോമ്പിനേഷൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഹൗ ദ കൺട്രോൾസ് വെർ അപ്ലൈഡ് അറ്റ് റെലവൻറ്റ് ടൈംസ് ഡ്യൂറിങ് ദ പീരീഡ്. അതായത് എങ്ങനെയാണ് ഈ കൺട്രോൾസ് അപ്ലൈ ചെയ്തേക്കണേ. ദാറ്റ് മീൻസ് മേ ബി ഓട്ടോമേറ്റഡ് ആണോ ഓർ ഹൈ പ്രൊഫഷണൽസ് ആണോ അതിൽ ഇൻവോൾവ് ആയിക്കണേ, എങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് അവിടെ നോക്കുന്നത്. ദെൻ അത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടാണ്. മേ ബി റവന്യൂവിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾസ് ആണെങ്കിൽ എല്ലാ റവന്യൂ ട്രാൻസാക്ഷൻസും ഈ കൺട്രോൾസിൻ്റെ കീഴിൽ വന്നിട്ടുണ്ടോ,
ഇല്ലെങ്കിൽ മേ ബി ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് വന്നേക്കണേ. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ നമ്മളത് കൺട്രോൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. നമുക്ക് എപ്പോഴും ഫുള്ളി വേണം. അതുകൊണ്ട് നമ്മൾ അത് കൺസിസ്റ്റൻസി നോക്കണം. പിന്നെ ആരാണ്, നോളജ് ഉള്ള ആളാണോ, എങ്ങനെയാണ്, എത്രത്തോളം എഫിഷ്യൻ്റ് ഡിസൈനൊക്കെ പ്രോപ്പർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതെല്ലാം നോക്കാം. പിന്നെ എസ്സിൽ പറയണത് ഒരു കോമ്പിനേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇൻക്വയറി മാത്രം സഫീഷ്യൻ്റ് അല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കണേ അവരെന്താ പറയുക, അവരങ്ങ് തള്ളി മറിക്കും. അത്രയും കൺട്രോൾസ് ഉണ്ട് സാറേ, 100% വിശ്വസിക്കാം, ഒരു പേടിയും വേണ്ട. അത് കേട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസോടെ വരാൻ പറ്റുമോ? സോ ഇൻക്വയറി മാത്രമാണെങ്കിൽ ഒരിക്കലും പറ്റില്ല. ലോ ലെവൽ അഷുറൻസ് ആണ്. ഇൻക്വയറിയുടെ കൂടെ ഒബ്സർവേഷൻ ആണെങ്കിലോ, ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്നത് ടൈമിൽ നമ്മൾ കാണണം. നമ്മൾ ചോദിച്ചു, സാർ ഈ കൺട്രോൾസ് ഒക്കെ എങ്ങനെയുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടോ? അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ അവരുടെ കൂടെ പോയി ആ ഒരു ഒറ്റ പർട്ടിക്കുലർ മൊമെന്റിൽ അവർ കാണിച്ചു തന്നത് നോക്കി, ഇതൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ, അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ കറക്റ്റാണ്, നമ്മൾ തിരിച്ചു പോന്നു. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒബ്സർവേഷൻ അപ്പോഴും അത്രയും ഇതല്ലെന്നാണ് എസ് എ പറയുന്നത്. എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്വയറി ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തു. അതായത് ഒബ്സർവേഷനും കുറച്ച് മുകളിലുള്ള കാര്യമാണ് ഇൻസ്പെക്ഷൻ. നമ്മൾ പോയി അവർ ചെയ്ത സാധനങ്ങൾ കണ്ടു, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇൻസ്പെക്ട് ചെയ്തു. അവർ സൈൻ, മേ ബി ഒരു കൺട്രോൾ ഞാൻ പറഞ്ഞുതരാം. ഒരു അസറ്റ് മേടിക്കുന്ന സമയത്ത്, ഒരു PPE മേടിക്കുന്ന സമയത്തോ വിൽക്കുന്ന സമയത്തോ അപ്രൂവൽ വേണം, എന്നാൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അത് നല്ലൊരു കൺട്രോൾ അല്ലേ, കാരണം അതുവഴി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സെയിലോ കാര്യങ്ങളൊന്നും വരില്ല. വാട്ട് എവർ അഡീഷൻസ് ഇൻ PPE ഇൻ ദ ഫിനാൻഷ്യൽസ് ആൻഡ് വാട്ട് എവർ ഡിലീഷൻസ് ഇൻ ദ PPE ഇൻ ദ ഫിനാൻഷ്യൽസ് വിൽ ബി കറക്റ്റ്. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. സോ ആ അപ്രൂവൽ നമ്മൾ പോയി ഇൻസ്പെക്ട് ചെയ്യും, അതിൻ്റെ ഡോക്യുമെന്റ്സിൽ നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ കുറച്ച് സാമ്പിൾ എടുത്തിട്ട് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം അപ്രൂവലിൻ്റെ ഡോക്യുമെന്റ്സ് തരാൻ പറയും. നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും സൈൻ ഉണ്ട്, ഇൻസ്റ്റാളേഷൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഡീലേഷൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇതൊക്കെ കൈൻഡ് ഓഫ് ഡോക്യുമെന്റ്സാണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് എന്ന് പറയാം. ഓർ മേ ബി റീപെർഫോമൻസ്, നമ്മൾ ഒന്ന് രണ്ടാമത് ചെയ്തു നോക്കാം, അതും നല്ലതാണ്. ഇത് രണ്ടും നല്ല ഹൈ അഷുറൻസ് തരും. സോ എപ്പോഴും ഓർത്തിരിക്കുക, ഈ പറഞ്ഞ പോയിന്റാണ് ഏറ്റവും ബെറ്റർ. ബാക്കി രണ്ടും അധികം റെക്കമെൻഡഡ് അല്ല. പിന്നെ നേച്ചർ ഓഫ് ദ കൺട്രോൾ വിൽ ഓൾവേസ് ഇൻഫ്ലുവൻസ് ദ ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ്, അതും ആലോചിക്കുക. ചില കൺട്രോൾസ് നല്ല ഓട്ടോമേറ്റഡ് ആണെങ്കിൽ ഹൈ റിലൈസ് ചെയ്യാൻ പറ്റും. ചില കൺട്രോൾസ് ഓട്ടോമേഷൻ ഒന്നുമില്ല, മാനുവൽ ആണെങ്കിൽ അറിയാലോ, മാനുവൽ എപ്പോൾ വരുമ്പോഴും കുറേ കുഴപ്പങ്ങൾ അതുവഴി വരും. സോ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും. നൗ ഡിറ്റർമൈൻ ഇഫ് ദ ഇൻഡയറക്റ്റ് കൺട്രോൾസ് ആൻഡ് വെദർ ടു ടെസ്റ്റ് ദോസ്. ഇൻഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറയുകയാണെങ്കിൽ മേ ബി ഒരു ഇൻഹറന്റ് റിസ്ക് ഉണ്ട്. ആ ഇൻഹറന്റ് റിസ്കിനെ റെസ്പോൺസീവായിട്ട് മാനേജ്മെന്റ് ഒരു ഇന്റേണൽ കൺട്രോൾ കൊണ്ടുവന്നു. ബട്ട് ഈ ഇന്റേണൽ കൺട്രോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത വേറെ ഇന്റേണൽ കൺട്രോൾ കൊണ്ടുവന്നു. സോ ആ കൺട്രോൾസും ഒരു ഇൻഡയറക്റ്റ് കൺട്രോൾസ് ആണല്ലോ, അതും മേ ബി ചില സമയങ്ങളിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മേ ബി അതും ടെസ്റ്റ് ചെയ്യാം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു നോളജ് മതി. നിങ്ങൾ പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോകുന്ന സമയത്ത് മേ ബി എനിക്ക് കുറേ എക്സാമ്പിൾസ് തരാൻ പറ്റും, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് നെസസറി. സോ നൗ എത്രത്തോളം ടെസ്റ്റ് ചെയ്യണം, ദ എക്സ്റ്റെൻറ്റ് ഓഫ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബിലോ മാറ്റേഴ്സ്. ഒന്ന്, ദ ഫ്രീക്വൻസി ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ കൺട്രോൾ. ആ കൺട്രോൾ എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റവന്യൂവിലാണെങ്കിൽ ഐ ക്യാൻ സേ മിക്ക കമ്പനികളിലും ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ കുറച്ച് കൂടുതലായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് PPE ആണെങ്കിൽ വി കനോട്ട് എക്സ്പെക്ട് അഡീഷൻസ് ഇൻ എവറി ഡേ, റൈറ്റ്? ഒരു കൊല്ലത്തിൽ മേ ബി കുറച്ച് അഡീഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് ഫ്രീക്വൻസി ഉണ്ടാവുള്ളൂ. സോ നമ്മൾ റവന്യൂവിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ്റ്റെൻറ്റ് ഓഫ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ വിൽ ബി മോർ. അപ്പോൾ ഒന്ന് ഫ്രീക്വൻസി. Second matter, the length of the time during the audit period that the auditor is relying. For an example, നമ്മൾ ഓഡിറ്റ് ചെയ്യണത് April to March ആണ്. ഈ എൻറ്റയർ പീരീഡിൽ നമുക്ക് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യണം ബേസ്ഡ് ഓൺ ദ റിസ്ക് അസസ്മെന്റ്. മേ ബി നമ്മൾ ഈ പറഞ്ഞ പീരീഡ് വരെ, മേ ബി ലൈക്ക് ഓഗസ്റ്റ് വരെ നമുക്ക് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈ പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം കൺട്രോൾസിന് കൂടുതൽ റിലേ ചെയ്താൽ മതി. അങ്ങനെയും വരാം. യൂഷ്വലി എൻറ്റയർ പീരീഡിലാണ് നമ്മൾ കൺട്രോൾസ് റിലേ ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ബട്ട് സം കേസസ് സപ്പോസ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഓൾറെഡി കുറേ TOD ചെയ്തു, കുറേ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തു, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. അങ്ങനെയാണെങ്കിൽ മേ ബി ഈ ബാക്കിയുള്ള റിമൈനിങ് പീരീഡിൽ നമ്മൾ മാത്രമായിരിക്കും ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് കൂടുതൽ ചെയ്യാൻ പോകുന്നത്. ദെൻ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഡീവിയേഷൻ. അതായത് നിങ്ങളൊരു കൺട്രോൾ നോക്കി കഴിഞ്ഞപ്പോൾ മേ ബി ലാസ്റ്റ് ഇയർ വെച്ച് കറണ്ട് ഇയറിൽ ആ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ മൊത്തം മാറി. ലാസ്റ്റ് ഇയറിലെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കറണ്ട് ഇയറിൽ ആ കൺട്രോളൊക്കെ ഡീൽ ചെയ്യണത് പുതിയ എംപ്ലോയീസാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാമത് പുതിയൊരു എംപ്ലോയി വന്നു കഴിയുമ്പോൾ എപ്പോഴും ഇവിടെ ഒരു ചാൻസ് ഉണ്ട് തെറ്റാനായിട്ട്. സോ യു എക്സ്പെക്ട് എ ഹയർ റേറ്റ് ഓഫ് ഡീവിയേഷൻ. സോ ദ ഹയർ ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഡീവിയേഷൻ, ഹയർ ദ സാമ്പിൾസ് യു നീഡ് ടു ടെസ്റ്റ്. സോ അതും എക്സാമ്പിൾ ആണ്. ദെൻ റെലവൻസ് ആൻഡ് റിലയബിലിറ്റി.
ടു ബി ഒബ്റ്റൈൻഡ് റിഗാർഡിംഗ് ദ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്. ഫോർ എക്സാമ്പിൾ ഹൈ റിസ്ക് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭയങ്കര റിലയബിളും റെലവൻ്റ് ആയിട്ടുള്ള എവിഡൻസുകൾ വേണമായിരിക്കും. അപ്പോൾ അത്രത്തോളം കൂടുതൽ എവിഡൻസുകളും കാര്യങ്ങളും നിങ്ങൾ അവിടെ ഗ്യാദർ ചെയ്യേണ്ടി വരും. ബട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ P&L ഇല്ല, അതർ എക്സ്പെൻസസില്ല, മിസലിനിയസ് എക്സ്പെൻസിലുള്ള കൺട്രോൾസ് നോക്കണമെങ്കിൽ നിങ്ങൾ അത്രയും റിലയബിളും റെലവൻസിലേക്കും കൂടുതൽ പോവില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺട്രോൾസിനുള്ള എവിഡൻസുകൾ കിട്ടിയിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യും. ഓക്കെ, ദെൻ ലാസ്റ്റ് the extent to which the audit evidence is obtained from the other test of controls. Maybe ഈ particular area, suppose revenue there are 3 controls, control 1, control 2, control 3. control 1 2 നിന്ന് നിങ്ങൾ കുറേ റിലയൻസ് എടുത്തു, നിങ്ങൾ കുറേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ മേ ബി C3 നോക്കുന്ന സമയത്ത്, control 3 നോക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾ കുറച്ച് ടെസ്റ്റ് ചെയ്തുള്ളൂ എന്ന് വരും. കാരണം മേ ബി ഈ 3 കൺട്രോളും വന്നേക്കുന്നത് സെയിം പർപ്പസിന് വേണ്ടിയിട്ടാണ്, മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി, റവന്യൂ. അങ്ങനത്തെ കേസുകളിൽ മേ ബി ദർ ഇസ് നോ പോയിന്റ് ഇൻ ടെസ്റ്റിംഗ് എവറിത്തിങ്. വൺസ് നിങ്ങൾക്ക് ആ ഒരു ലൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഭാഗത്ത് കുറേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് കുറയ്ക്കാം. സോ ഇത്രയും കാര്യങ്ങളുടെ ബേസിസിലാണ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് കൺട്രോൾസ് വിൽ ബി ഡിപ്പെൻഡൻറ്റ്. നൗ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ എല്ലാ ഇയറിലും എല്ലാ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചെയ്യും. കാരണം നിങ്ങളൊരു കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഏരിയയിലും കൺട്രോൾസ് ഉണ്ടാവും. പർച്ചേസസിൽ കൺട്രോൾസ്, റവന്യൂവിൽ, അതർ എക്സ്പെൻസസിൽ. സോ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മേ ബി പർച്ചേസസിലേക്ക് തന്നെ പോകുമ്പോൾ തന്നെ സപ്പോസ് പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെൻ്റ് ആണ് ഞാൻ എക്സാമ്പിൾ എടുക്കണമെന്നിരിക്കുക. സോ അവിടെ യൂഷ്വലി നമ്മൾ കാണാറുള്ള കുറച്ച് കൺട്രോൾസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മേ ബി അസറ്റ് മേടിക്കുമ്പോൾ ഇൻസ്റ്റാളേഷൻ സർട്ടിഫിക്കറ്റ് ഒരു കൺട്രോളാണ്. അതുവഴി എന്നാണ് അസറ്റ് ക്യാപിറ്റലൈസ് ചെയ്ത് അതിൻ്റെ വാല്യൂ കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരും. പിന്നെ അസറ്റ് വിൽക്കണ സമയത്ത് ഡിസ്പോസൽ സർട്ടിഫിക്കറ്റ് അതൊരു കൺട്രോളാണ്. പിന്നെ എല്ലാ മാസവും മേ ബി മന്ത്ലി ഡിപ്രിസിയേഷൻ വെരിഫിക്കേഷൻ ഒരു കൺട്രോൾ ആവാം. ആൻഡ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് PP ഒരു കൺട്രോൾ ആവാം. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ കൺട്രോൾസ് ഉണ്ടാവും. സോ എല്ലാ വർഷവും സെയിം കൺട്രോൾസ് വന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ലോജിക് ഉണ്ടോ? സോ ഇൻ സം കേസസ് നമുക്ക് വേണമെങ്കിൽ പ്രീവിയസ് ഇയറിൽ നമ്മളിത് വൃത്തിക്ക് ചെയ്തു, മേ ബി നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വരാണ്, നമുക്കറിയാം കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും ഇല്ല, അതേ കൺട്രോൾസ് തന്നെ ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്തേക്കണേ. സോ നമുക്ക് കഴിഞ്ഞ കൊല്ലം എടുത്ത അതേ റിലയൻസ് ഈ കൊല്ലം എടുക്കാം. ബട്ട് കഴിഞ്ഞ കൊല്ലം ചെയ്ത അതേ ടെസ്റ്റിംഗ് ഇത്തവണ ചെയ്യേണ്ടി വരില്ല. മേ ബി നമ്മൾ ചേഞ്ചസ് വന്നേക്കുന്ന കുറച്ച് ഏരിയസിൽ മാത്രം ടെസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. സോ the effectiveness of other elements of internal control including the control environment, the entities monitoring of controls and the entities risk assessment process. സോ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും നമുക്ക് പ്രീവിയസ് ഇയർ എവിഡൻസസ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യണേ. സോ അതാണ് എഫക്റ്റീവ്നെസ് ഓഫ് അതർ എലമെന്റ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇൻക്ലൂഡിങ് കൺട്രോൾ എൻവയോൺമെന്റ്. നിങ്ങൾ കൺട്രോളിനെ കുറിച്ച് 315 പഠിച്ച സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ടാവും, എപ്പോഴും കൺട്രോൾ എൻവയോൺമെന്റ് ബേസിക് ആയിട്ട് വേണം. അതിനുശേഷം ഇതൊരു കൈൻഡ് ഓഫ് ഒരു വീട് പണിയുമ്പോൾ അടിത്തറ പോലെയാണ്. പിന്നെ ഒരു റിസ്ക് അസസ്മെന്റ് വേണം, അവർക്ക് പ്രോപ്പറായിട്ട് മോണിറ്ററിങ് ചെയ്യണ ഒരു പ്രൊസീജിയർ വേണം. പിന്നെ മേ ബി ഇൻഫോർമേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ടുള്ളത് വേണം. ആൻഡ് ദെറാഫ്റ്റർ കൺട്രോൾ ആക്ടിവിറ്റീസ് വേണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇന്റേണൽ കൺട്രോൾസിന്റെ എലമെന്റ്സ് എന്ന് നമ്മൾ പഠിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും ലാസ്റ്റ് ഇയറിൽ തന്നെ കറണ്ട് ഇയറിലുണ്ടെന്നുള്ളത്. ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ അടിത്തറ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ ബാക്കിയുള്ള സ്ട്രക്ചറിലും ഒരു കോൺഫിഡൻസ് വരില്ല. അത്ര ഒരു ഉദ്ദേശിക്കുന്നുള്ളൂ. സോ എഫക്റ്റീവ്നെസ് ഓഫ് അതർ എലമെന്റ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, എസ്പെഷ്യലി ഇത് പറയുന്നത് കൺട്രോൾ എൻവയോൺമെന്റ്. ഈ ബേസിക് ആയിട്ട് പറയുന്നത് കൺട്രോൾ എൻവയോൺമെന്റ് മീൻസ് അവിടെ കൊണ്ടുവന്നേക്കണ ആ ഒരു കൈൻഡ് ഓഫ് ഇന്റഗ്രിറ്റി ഓർ മേ ബി അവിടെയുള്ള ആൾക്കാർക്ക് ഈ കൺട്രോൾസിനോടുള്ള ഒരു കൈൻഡ് ഓഫ് കമ്മിറ്റ്മെന്റ് എന്താണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ കൺട്രോൾ എൻവയോൺമെന്റ് വരുന്നത്. ഓക്കെ, സോ അത് എല്ലാ ഇയറിലും വൃത്തിക്കുണ്ടെങ്കിൽ മേ ബി ലാസ്റ്റ് ഇയറിലും അതുപോലെ തന്നെ ഈ ഇയറിലും വരും നമുക്കറിയാം. കാരണം നിങ്ങൾ അറിയാലോ, ഒരു കമ്പനിയിൽ കൺട്രോൾസ് ഇംപ്ലിമെന്റ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ, ഒരു എംപ്ലോയി അത് ഫോളോ ചെയ്തില്ലെങ്കിൽ അയാളെ പിരിച്ചു വിടുമെന്നുള്ളൊരു റൂളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പേടിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാ കൊല്ലം ഇത് ഫോളോ ചെയ്യും. അപ്പോൾ ആ കമ്പനിയിൽ കൺട്രോൾ എൻവയോൺമെന്റ് സ്ട്രോങ് ആയിരിക്കും. അതുവഴി കഴിഞ്ഞ കൊല്ലത്തെ കൺട്രോൾസ് ഈ കൊല്ലം ഉണ്ടെന്ന് നമുക്കൊരു കോൺഫിഡൻസും കിട്ടും. ഓക്കെ, സോ അത് ആദ്യം ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ നമുക്ക് മേ ബി ലാസ്റ്റ് ഇയറിലെ കുറച്ച് ഉപയോഗിക്കാം. ദെൻ അടുത്ത മാറ്റർ, the risk arising from the characteristics of the control including whether it is manual or automated. Automated ആണെങ്കിൽ ഡെഫിനറ്റ്ലി ലാസ്റ്റ് ഇയർ അതുപോലെ തന്നെ ഈ ഇയറിലും വരും. ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, കഴിഞ്ഞ സ്പെസിഫിക്കേഷൻ നമ്മൾ ആഡ് ചെയ്തു, ഒരു കൺട്രോൾ പോലെ. ഈ ഇയറിൽ അത് ആരും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ലല്ലോ. മാനുവൽ ആണെങ്കിൽ പിന്നെയും അയാൾ ചിലപ്പോൾ ചെയ്യാണ്ടിരിക്കാം, എന്തെങ്കിലുമൊക്കെ വരാം. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇഫക്റ്റീവ്നെസ് ഓഫ് ജനറൽ IT കൺട്രോൾസ്. ജനറൽ IT കൺട്രോൾസ് എന്ന് പറയുന്നത് അറിയാലോ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും
IT ബേസിസിലാണ്. നമ്മൾ മിക്ക കൺട്രോൾസും വരുന്നതും സോഫ്റ്റ്വെയർ ബേസിസിലാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്, ഡിസിഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നതും ഈ സോഫ്റ്റ്വെയറിലൂടെ ആയിരിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർസ് എപ്പോഴും സ്ട്രോങ് ആവണമെങ്കിൽ അതിന് ജനറൽ ആയിട്ടുള്ള കുറേ IT കൺട്രോൾസ് എല്ലാം സ്ട്രോങ് ആയിരിക്കണം. ലൈക്ക് ആ കമ്പ്യൂട്ടർ എല്ലാം പ്രോപ്പർ സെക്യൂർഡ് ആയിരുന്നു, ഡാറ്റ എല്ലാം സെക്യൂർഡ് ആണ്. മീൻസ് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇവിടെ പറഞ്ഞ കൺട്രോൾ എൻവയോൺമെന്റ് പോലെ തന്നെ IT വരുന്ന ഒരു അടിത്തറയാണ് ജനറൽ IT കൺട്രോൾസ്. അതും സ്ട്രോങ് ആണെന്ന് നോക്കാം. Then the effectiveness of control and its application by the entity, including the nature and extent of deviation in the application of the control noted in the previous audits and whether there have been personal changes. അതായത് ലാസ്റ്റ് ഇയറിൽ നമ്മൾ കുറേ ഡീവിയേഷനും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ബെറ്റർ ഈ കൊല്ലം നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തേക്കാം. കാരണം എന്ത് സാധനം അങ്ങനെയല്ലേ, നമ്മൾ കഴിഞ്ഞ കൊല്ലം കുറേ മിസ്റ്റേക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം കഴിഞ്ഞ കൊല്ലം അത്ര എഫിഷ്യൻ്റ് ആയിരുന്നില്ല. അപ്പോൾ ഈ കൊല്ലം അത് വരാം. ആൻഡ് ദെൻ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ചേഞ്ച് വരുമ്പോഴാണ് തെറ്റ് വരാനുള്ള ചാൻസ്. അപ്പോൾ അതും ചെക്ക് ചെയ്യുക. ദെറാഫ്റ്റർ വെദർ ലാക്ക് ഓഫ് ചേഞ്ചസ് ഇൻ പർട്ടിക്കുലർ കൺട്രോൾ പ്രോസസ് എ റിസ്ക് ഡ്യൂ ടു ചേഞ്ച് ഇൻ സർക്കംസ്റ്റൻസസ്. അതും സെയിം തന്നെയാണ്. ഒരു എന്തെങ്കിലും സർക്കംസ്റ്റൻസസ് മാറി, കമ്പനിയുടെ ബിസിനസ് മോഡൽ മാറി, കമ്പനി ഇത്രയും നാളും റവന്യൂ റെക്കോർഡ് ചെയ്തിരുന്ന പോലെയല്ല ഇപ്പോൾ. മേ ബി പറഞ്ഞ ഡിവിഷൻസ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചേഞ്ച് ചെയ്തു. മേ ബി ഇത്രയും നാളും ഇൻഹൗസ് ആയിട്ട് കുറേ അക്കൗണ്ടൻസ് ആയിരുന്നു എൻട്രി ചെയ്തിരുന്നത്, മേ ബി ഇപ്പോൾ അവർ അവൗട്ട്സോഴ്സ് ചെയ്തു. അപ്പോൾ കൺട്രോൾസിലെല്ലാം ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ, അങ്ങനെ ഡെഫിനറ്റ്ലി നമ്മൾ പുതിയ കൺട്രോൾ സർക്കംസ്റ്റൻസസ് വഴി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. Then the risk of material misstatement and the extent of reliance of control. Higher the risk, more controls നമ്മൾ എടുക്കേണ്ടി വരും, പ്രൊവൈഡ് നമ്മൾ ക്ലയൻസ് എടുക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഇത് എപ്പോഴും ഓർത്തിരിക്കുക. If the auditor plans to use the evidence from the previous year, definitely ആ റെലവൻസും കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും റെലവൻ്റ് ആണോ എന്ന് നോക്കുന്ന സമയത്ത് എപ്പോഴും ലാസ്റ്റ് ഇയറിലെ കൺട്രോൾ വെച്ച് കറണ്ട് ഇയറിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട്, എത്രത്തോളം സബ്സിക്വൻറ്റ് ടു ദ പ്രീവിയസ് ഇയർ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് നോക്കുക. ആ ചേഞ്ച് കുറേ ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കണ്ട, ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തോളൂ. റിയാലിറ്റിയിൽ നമ്മൾ മാക്സിമം ലാസ്റ്റ് ഇയറിൽ തന്നെ റിലയൻസ് എടുക്കാൻ നോക്കും. കാരണം അല്ലെങ്കിൽ അറിയാലോ, എല്ലാ ഇയറിലും കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യുക, അതനുസരിച്ചിട്ട് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ടെസ്റ്റ് ചെയ്യുക. കാരണം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് തന്നെ കുറേ ടൈം പിടിക്കും, TODയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിലും കൂടുതൽ സമയം കൊടുക്കാൻ നമ്മളധികം പ്ലാൻ ചെയ്യില്ല, പ്രൊവൈഡഡ് ദർ ഇസ് നോ എനി ഈ പറഞ്ഞ പോയിന്റ്സ് വെൽ കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ. സോ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളിപ്പോൾ അന്ന് നമ്മൾ ഇന്റേണൽ കൺട്രോൾസിൽ പഠിച്ച പോലെ തന്നെ ഒരു എക്സാമ്പിളാണ്. ഒരു ഫിൽറ്റർ, റെയിൻ, മഴ പെയ്യുന്നു, താഴത്തെ ഒരു ബക്കറ്റിൽ ഫിൽറ്ററിലൂടെ കടന്നു പോയിട്ട് വെള്ളങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നു. സോ ഈ ബക്കറ്റിൽ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. മേ ബി ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് പകരം ഓഡിറ്റ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ബക്കറ്റ് എന്നൊക്കെ പറയാം, ടു സീ വെദർ ദർ ഇസ് എനി ബാക്ടീരിയ ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ പറയണത് ഇവിടെ നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യുന്നത്, ഈ ഫിൽറ്റർ ആണ് കൺട്രോൾസ്. സോ ഈ കൺട്രോൾസിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ടെസ്റ്റ് ചെയ്യണം, എത്രത്തോളം എക്സ്റ്റെൻഡ് ടെസ്റ്റ് ചെയ്യണം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞത്, സപ്പോസ് നമ്മൾ ഈ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഈ ബക്കറ്റിലേക്ക് നോക്കിയ സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഈ വെള്ളം ഒന്നും പ്യൂരിഫൈഡ് അല്ല, കുറേ ബാക്ടീരിയാസ് ഉണ്ട്. മേ ബി നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻ ബിറ്റ്വീൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി പ്രോപ്പർ അല്ല. അങ്ങനെ അതിനർത്ഥം എന്താ, ഈ കൺട്രോൾസ് വർക്ക് ചെയ്യില്ലെന്നുള്ളതല്ലേ. അതെപ്പോഴും ഒരു കൈൻഡ് ഓഫ് ഒരു സെക്കൻഡ് ഇൻഫർമേഷൻ അല്ലേ. ഇതിലും ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അർത്ഥം ഇതിന്റെ പണി ഇതെടുത്തിട്ടില്ല. സോ അതുപോലെ തന്നെയാണ് ഓഡിറ്റിലേക്ക് വരുമ്പോഴും നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ഒരേ സമയത്തായിരിക്കും പോണേ. നമുക്ക് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് കഴിഞ്ഞിട്ട് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഒരുമിച്ചായിരിക്കും പോണേ. അപ്പോൾ നമ്മൾ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ സബ്സ്റ്റാൻറ്റീവിന്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവും. അവിടെ നമ്മൾ കുറേ മിസ്റ്റേക്സ് കണ്ടെത്തി. അതിനകത്ത് എന്താ, ഈ വാട്ടവർ എന്തിനാണ് ഈ കൺട്രോൾസ് കൊണ്ടുവന്നേക്കണേ, തെറ്റ് വരാണ്ടിരിക്കാനാണ്. ബട്ട് ആക്ച്വലി തെറ്റ് വന്നു. അപ്പോൾ അതുവഴി നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞ കൺട്രോൾസ് അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല. എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ ഈ വെള്ളം ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഈ കൺട്രോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓപ്പോസിറ്റ് ഇത് വർക്ക് ചെയ്യില്ല. എപ്പോഴും ഫസ്റ്റ് മാറ്റർ നമുക്ക് പറയാൻ പറ്റുള്ളൂ, എന്താ തെറ്റുണ്ടേ അതിനർത്ഥം ഇത് വർക്ക് ഇല്ലെന്നുള്ളതാണ്. ബട്ട് നമുക്ക് തെറ്റ് കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ പേര് നമുക്ക് ഇത് വർക്ക് ചെയ്യണമെന്ന് പറയാനും പറ്റില്ല. ഓക്കെ, സോ when evaluating the operating effectiveness of relevant controls, the auditor shall evaluate whether the misstatements that have been detected by the substantive procedures indicate that the controls are not operating effectively. Already നമ്മൾ substantive procedure ചെയ്തു, തെറ്റ് കണ്ടുപിടിച്ചോ, അതിനർത്ഥം കൺട്രോൾസ് വർക്ക് ചെയ്യുന്നില്ലേ, അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടോ. പക്ഷേ സ്റ്റിൽ ഓപ്പോസിറ്റ് ചിന്തിക്കാൻ പാടില്ല. The absence of any misstatement dictated by the substantive procedures however does not
provide audit evidence that the controls related to that assertion being tested are effective. കാരണം substantive procedures മേ ബി നമ്മൾ 20 ഇവിടെ നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്താണെങ്കിലും ഓഡിറ്റിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മേ ബി 20% ഓർ 30% ഒക്കെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യണേ. അതിലൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി 70% ഒക്കെ പറയാൻ പറ്റില്ലല്ലോ. സോ അതുവഴി നമുക്ക് ആ കൺട്രോൾസിന് അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. സോ എപ്പോഴും നേരെ തിരിച്ചേ വരുള്ളൂ. ഓക്കെ, so a material misstatement detected by the audit procedure is a strong indicator that the existence of a significant deficiency in internal control. ഈ പറഞ്ഞ ബക്കറ്റിൽ നിന്ന് നമുക്ക് വലിയൊരു ബാക്ടീരിയനെ കിട്ടി അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾവേസ് സേസ് ദാറ്റ് നമ്മൾ ഈ മേടിച്ച് വെച്ചിരിക്കുന്ന ഫിൽറ്റർ ഉപയോഗമില്ല, ദർ ഇസ് നോ പോയിന്റ് ഇൻ ടെസ്റ്റിംഗ് ഇറ്റ്. ഓക്കെ, സോ അതാണ് ഈ പറഞ്ഞ പാരയിൽ പറയുന്നത്. സോ നൗ നിങ്ങൾ എല്ലാ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എല്ലാം കഴിഞ്ഞു. ദർ ആർ 2 പോസിബിലിറ്റി റൈറ്റ്. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡീവിയേഷൻസ് കൺട്രോൾസിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഒന്ന്, ഡീവിയേഷൻസ് ഇല്ല, എല്ലാം ഓക്കെയാണ്. 2 ഡീവിയേഷൻസ് ഉണ്ട്. ഈ ഒരു പോസിബിലിറ്റിയിലേക്ക് എത്താം. ഡീവിയേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ കൈൻഡ് ഓഫ് നമ്മൾ ഹാപ്പി ആയിരിക്കും. കൺട്രോൾസ് എല്ലാം ടെസ്റ്റ് ചെയ്തു, സാറ്റിസ്ഫാക്ടറി ആണ്. നമ്മൾ കൊടുത്ത റിലയൻസ് എല്ലാം നമുക്ക് ഒന്നുകൂടി കോൺഫിഡൻസോടെ വിശ്വസിക്കാം. നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യും, കുറച്ച് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസും അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും വാട്ടവർ ആ കോമ്പിനേഷനിൽ നമ്മുടെ ജഡ്ജ്മെന്റ് പ്രകാരം ദെൻ ഓഡിറ്റ് ക്ലോസ് ചെയ്യും. ബട്ട് ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് നമ്മൾ ഡീവിയേഷൻസ് കണ്ടു. കാരണം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കൺട്രോൾസിലും റിലൈസ് ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. അതിന്റെ ബേസിസിൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമുക്ക് കുറയ്ക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് നൗ നമുക്ക് വേറെ ഇഷ്യൂ വന്നു, എന്താ? ഡീവിയേഷൻസ് ഉണ്ട്. അപ്പോൾ റിലയൻസ് പ്രശ്നമായിക്കാണ്. So when the deviations in controls are identified, the auditor should make specific inquiries and shall determine. ആദ്യം ഇൻക്വയറി ചെയ്യുക സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങൾ വേണം? We should determine the test of controls performed provide appropriate basis for reliance on the control. Suppose നമ്മൾ ഡീവിയേഷൻസ് എല്ലാം കണ്ടേക്കുന്നത് ഒരു 10% 20% ഒക്കെ ആണെങ്കിൽ മേ ബി നമ്മൾ കൺക്ലൂഡ് ചെയ്യും കുഴപ്പമില്ല, സ്റ്റിൽ വി ക്യാൻ റിലൈ ഓൺ ദ കൺട്രോൾസ്. ഓർ മേ ബി നമ്മൾ 90% ഓഫ് ദ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും test of controls performed provide an appropriate basis that we cannot rely on that controls. So whatever നമ്മൾ എന്ത് തീരുമാനിക്കാൻ പോകുന്നു അതിന് ആ ഒരു ഡിസിഷന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയോ ഈ ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൽ നിന്ന്, അതാദ്യം നോക്കാം. ഇല്ലെങ്കിൽ മേ ബി അഡീഷണൽ ടെസ്റ്റിംഗ് ഇനിയും വേണോ? നമ്മൾ ആദ്യം 100 സാമ്പിൾ ടെസ്റ്റ് ചെയ്തുള്ളൂ, അതിലൊരു 30 മിസ്റ്റേക്സ് കണ്ടുപിടിച്ചു, നമുക്കിനി തോന്നി 100 കൂടി പോരാ, 30 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, ബട്ട് റിലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 100 ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയും അതിൽ വരുമോ നോക്കാമല്ലോ. അപ്പോൾ മേ ബി അടുത്ത 100 ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ 5 എണ്ണം വരുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ടോട്ടൽ 200 ടെസ്റ്റ് ചെയ്തിട്ട് 35 മിസ്റ്റേക്സ് ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അതിൻ്റെ പേരിൽ മേ ബി നമ്മൾ അഡീഷണൽ ചെയ്തെന്ന് വരാം. ദെൻ പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് നീഡ് ടു ബി അഡ്രസ്ഡ് യൂസിങ് സബ്സ്റ്റാൻറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. കാരണം പറഞ്ഞല്ലോ ഡീവിയേഷൻസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മേ ബി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോണത് ഓക്കെ ഈ പറഞ്ഞ കൺട്രോൾസ് റിലൈ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള റിസ്കിന് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് വഴി ചെയ്യണം. എപ്പോഴും മനസ്സിലാക്കുക SA 315 പ്രകാരം വന്നേക്കുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് അഡ്രസ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. അവിടെ കൺട്രോൾ റിസ്ക് കുറവായതിന്റെ പേരിലായിരുന്നു നമ്മൾ ഈ ഇന്റേണൽ കൺട്രോൾസിനെ റിലൈസ് ചെയ്യാൻ തീരുമാനിച്ചത്. നൗ എന്ത് സംഭവിച്ചു? നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു. കൺട്രോൾ ഡീവിയേഷൻസ് ഉണ്ട്, അതായത് നമ്മൾ റിസ്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആക്ച്വലി കൺട്രോൾസിന് കുഴപ്പങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലായി. പിന്നെയും നമുക്ക് ഇൻഹറന്റ് റിസ്കിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ ആകെയുള്ള വഴി എന്താ? നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, then irrespective of the assessed risk, the auditor shall perform substantive procedures for each material class of transaction account balance disclosure. ഇത് ചോദ്യം വരാൻ മെയിൻ കാരണം ചില ഓഡിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മേ ബി എന്താ പറയുക PP ഓർ ഇൻവെന്ററി ഓർ മേ ബി അക്കൗണ്ട്സ് റിസീവബിൾ പേയബിൾ നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യാണ്ട് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് മാത്രം ചെയ്യാൻ പറ്റും. കാരണം ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഞാൻ പറഞ്ഞല്ലോ അധികം ടൈം പിടിക്കില്ല. റിലേറ്റീവ്ലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കണം ഓക്കെ എല്ലാ കൺട്രോൾസും ടെസ്റ്റ് ചെയ്യാം, ഇത് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആണെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് സമയം കളയണ്ട, കൊടുത്ത് ക്ലോസ് ചെയ്താലോ? ഡെഫിനറ്റ്ലി നോട്ട്. സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ സ്റ്റിൽ കുറച്ചെങ്കിലും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ 80% റിലയൻസ് കൺട്രോൾസ് നിർത്തുക, ബട്ട് 20% എങ്കിലും നിങ്ങൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് കാരണം ഒന്ന്, നമ്മൾ ദ ഓഡിറ്റേഴ്സ് അസസ്മെന്റ് ഓഫ് റിസ്ക് ഇസ് ജഡ്ജ്മെന്റൽ ആൻഡ് സോ മേ നോട്ട് ഐഡന്റിഫൈ ഓൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. നമ്മൾ പൊതുവേ ഈ കൺട്രോൾസിന് കൂടുതൽ റിലയൻസ് എടുക്കാൻ കാരണം റിസ്ക് പൊതുവെ കുറവാന്നൊക്കെ കണ്ടിട്ടുള്ള ഏരിയസിലായിരിക്കും. അധികം റിസ്ക് ഇല്ല, വലിയ കുഴപ്പമില്ലാത്ത ഏരിയസിലേക്കായിരിക്കും നമ്മൾ വിചാരിക്കുക എന്തിനാ ഇനി കുറേ സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിംഗ് ചെയ്യണേ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. പക്ഷെ നമ്മൾ ആ ജഡ്ജ്മെന്റ് എടുക്കാൻ കാരണം എന്താ? നമ്മുടെ ഒരു റിസ്ക് അസസ്മെന്റിന്റെ ഒക്കെ ബേസിസിലല്ലേ. ബട്ട് ആ ജഡ്ജ്മെന്റ് തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം ജഡ്ജ്മെന്റ്സ് എപ്പോഴും അറിയാലോ തെറ്റാതിരിക്കാം. സോ അതിന്റെ പേരിൽ റിസ്ക് എടുക്കണ്ട. എപ്പോഴും മെറ്റീരിയൽ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ എല്ലാ ക്ലാസ് അല്ല പറയണേ, മെറ്റീരിയൽ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ, അതായത് കൂടുതലും റവന്യൂ, പർച്ചേസസ്, അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ അതൊക്കെയാണ്. അല്ലാണ്ട് പവർ ആൻഡ് ഫ്യൂവൽ, മിസ്സലീനിയസ് എക്സ്പെൻസ് അതൊന്നല്ല പറയണേ. അതിനൊക്കെ മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രോൾസ് മാത്രം ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. മെറ്റീരിയൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി
നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ അടുത്ത റീസൺ വൈ ഇങ്ങനെ പറയണമെന്നുള്ള കാരണത്തിന് ദർ ആർ ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ടു ഇന്റേണൽ കൺട്രോൾ. കാരണം ഇന്റേണൽ കൺട്രോൾസിനെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇൻഹെറന്റ് കൺട്രോൾസ് എന്താ പറയുക, മാനുവൽ അതിൻ്റെ കുറേ കൺട്രോൾസ് ഒക്കെ ഉണ്ടാവാം, അത് ചിലപ്പോൾ തെറ്റാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഇന്റേണൽ കൺട്രോൾസ് ആരുണ്ടാക്കുന്നത്, അത് മാനേജ്മെന്റ് ആണ്, അതിൽ തെറ്റ് വരാം, ഹ്യൂമൻ ജഡ്ജ്മെന്റ് ഇൻവോൾവ്ഡ് ആണ്, കൊളൂഷൻ ഫ്രം എമംഗ് എംപ്ലോയീസ് വരാം. ഇത്രയും കാരണങ്ങളുള്ളതിൻ്റെ പേരിൽ എപ്പോഴും ഇന്റേണൽ കൺട്രോൾസിന് ഇച്ചിരി വിശ്വാസം കുറവ് കൊടുത്താൽ മതി. സോ ബെറ്റർ കുറച്ച് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് കൂടെ ചെയ്യാം. ഓക്കെ, സോ നൗ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എല്ലാം നമ്മൾ പഠിച്ചു. എത്രത്തോളം ചെയ്യണം, എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യണം, ഡീവിയേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം. ഇനി മേ ബി ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് മാത്രമായിട്ട് നമുക്ക് പോകാൻ പറ്റുമോ, ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഉത്തരം കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ട് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. കാരണം 330 രണ്ടെണ്ണം ഉണ്ടല്ലോ. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിലേക്ക് വരുമ്പോഴും രണ്ടെണ്ണം ഉണ്ട്. എന്താണ്, അനലിറ്റിക്കൽ, സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസും നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ തന്നെ TOC. ഇതാണ് SA 330. സോ ഫസ്റ്റ് പോയിന്റ്, സപ്പോസ് നമുക്ക് കൺട്രോൾസിൽ നിന്നെല്ലാം നല്ല റിലയബിലിറ്റി കിട്ടി. നമ്മൾ കൺട്രോൾസിന് ആദ്യം ടെസ്റ്റ് ചെയ്ത്, റവന്യൂ ആണ് എക്സാമ്പിൾ എടുക്കാം. റവന്യൂ ഏരിയ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കൺട്രോൾസ്, ഒരു കുഴപ്പമില്ല. മേ ബി ആ ടൈമിൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് TOD ചെയ്ത് സമയം കളയുന്നത്, സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്ത് ക്ലോസ് ചെയ്യാം. കാരണം TOD എന്ന് പറയുന്നത് ആക്ച്വൽ ഇൻവോയ്സ്, അണ്ടർലൈൻ ഡോക്യുമെന്റ് വെച്ച് വൗച്ച് ചെയ്ത് ഈച്ച് മാറ്റർ നോക്കി പോകാന്നുള്ളതാണ് TOD. അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. സോ വെൻ കൺട്രോൾസ് ആർ വെരി സാറ്റിസ്ഫാക്ടറി, കൺട്രോൾസ് കൊണ്ടുവന്നേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ, ടു പ്രിവെന്റ്, ഡിക്റ്റേറ്റ് ആൻഡ് കറക്റ്റ് മിസ്റ്റേറ്റ്മെന്റ്സ്. സോ അത് പണി ചെയ്യുന്നത് എന്തിനാണ് അർത്ഥം, അതിനർത്ഥം മിസ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അധികം ടൈം കളയാണ്ട് മേ ബി സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യും. ദറ്റ് മീൻസ് മേ ബി ആ റേഷ്യോ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഓൾമോസ്റ്റ് മാച്ചിങ് ആണ് റവന്യൂ ലാസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അതാണ് ആദ്യത്തെ പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, സം കേസിൽ നമ്മൾ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിലേക്ക് മാത്രം, അത് കൂടുതലും വരുന്നത് കൺട്രോൾസിൽ അധികം റിലയൻസ് ഇല്ലാണ്ടാകുമ്പോഴാണ്. നമുക്ക് കൺട്രോൾസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ ഇൻഹെറന്റ് റിസ്കുകളെല്ലാം നേരെ എക്സ്പോസ്ഡ് ആയി. അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല, എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഓരോ ഇൻവോയ്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓവറോൾ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുള്ള കോൺഫിഡൻസ് നമ്മൾ ഇത് എടുക്കില്ല. കാരണം എപ്പോഴും ഹൈ കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് TOD നിന്നാണ്, rather than സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ആൻഡ് ദെൻ തേർഡ് പോസിബിലിറ്റി, രണ്ടിൻ്റെയും കോമ്പിനേഷൻ, ഇതും കുറച്ച്. ഇതൊക്കെ നമ്മുടെ ജഡ്ജ്മെന്റ് പോലെ ഇരിക്കും. അത് പ്രിസൈസ് ആയിട്ട് SIക്ക് ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഏരിയയിൽ കൺട്രോൾസ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് തോന്നി നിങ്ങൾ തീരുമാനിക്കുക, എത്രത്തോളം ആക്ച്വലി ഇൻവോയ്സ് എല്ലാം വെച്ച് വൗച്ച് ചെയ്യിപ്പിക്കണം, എത്രത്തോളം നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യണം എന്നുള്ളത്. സോ ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ രണ്ട് കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, because the assessment of risk of material misstatement takes account of internal control, the extent of substantive procedures may need to be increased when the results of test of controls are unsatisfactory. നമ്മൾ പറഞ്ഞ പോയിന്റിന് കൺട്രോൾസ് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആകെയുള്ള വഴി എന്താ, ഈ പറഞ്ഞ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. The next point, in designing test of details, the extent of testing is ordinarily throughout the terms of sample size. എക്സ്റ്റെൻഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇവിടെയും എല്ലായിടത്തും സാമ്പിൾ സൈസ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് SA നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, SA 530 ഓഡിറ്റ് സാമ്പിളിംഗ്. സോ അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എത്രത്തോളം സാമ്പിൾ വേണ്ട, എങ്ങനെ ഡിറ്റർമിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ ഡെഫിനറ്റ്ലി ഇവിടെയും എക്സ്റ്റെൻഡ് ഇസ് ഡിപ്പെൻഡൻസ് അപ്പോൺ ദി സാമ്പിൾ സൈസ്. സംടൈംസ് നമ്മൾ സെലക്റ്റീവ് സാമ്പിൾ ടെസ്റ്റിങ്ങിലൂടെയും വേണമെങ്കിൽ പോവാം. അതും നിങ്ങൾ അവിടെ കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവിടുത്തെ കാര്യം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഈ SA ക്ലോസ് ചെയ്യാം. സോ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഓൾവേസ് റിമെമ്പർ, റിസ്കിന് റെസ്പോൺസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് SA 330 പറയുന്നത്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്ത് ചെയ്യാം, ഓർ മേ ബി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ക്ലോസ് ചെയ്യാം. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എപ്പോഴാണ് വരുന്നത്, ഇഫ് യു ആർ റിലൈങ് ദ കൺട്രോൾസ്. നിങ്ങളൊരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പോയ സമയത്ത് അവിടെ കൺട്രോൾസ് ഒന്നും ഇല്ലാത്തൊരു കമ്പനിയാണ്, സീറോ കൺട്രോൾസ് ഉള്ള കമ്പനി ആണെങ്കിൽ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്നുള്ള ഓപ്ഷൻ നമുക്കില്ല. അത് വരുന്നത് എപ്പോഴാണ്, നമ്മളെ കൺട്രോൾസ് ഉണ്ട്, നമ്മൾ റിലൈ ചെയ്യാൻ തീരുമാനിച്ചു, നമ്മൾ തുടക്കം നിന്നുള്ള അനാലിസിസ് പ്രകാരം കൺട്രോൾ റിസ്ക് കുറവാണെന്ന് തീരുമാനിച്ചു, അതിന്റെ ബേസിൽ നമ്മൾ റിലൈ ചെയ്യാൻ തീരുമാനിച്ചു. റിലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം എങ്ങനെ നേച്ചർ, എക്സ്റ്റെൻഡ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എവറിത്തിങ് നമ്മളവിടെ പഠിച്ചു. സപ്പോസ് നിങ്ങളുടെ ആദ്യത്തെ എക്സ്പെക്ടേഷൻ കൺട്രോൾ റിസ്ക് കുറവാണെന്നുള്ളതായിരുന്നു, നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായി എല്ലാ ഡീവിയേഷൻസും ഉണ്ട്, ഡീവിയേഷൻസ് വളരെ കൂടുതലാണ്. സോ ആ കേസിൽ മേ ബി നിങ്ങൾക്ക് വേറെ വഴിയില്ലാണ്ടാകുമ്പോൾ നിങ്ങൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിലേക്ക് കൂടുതൽ പോകേണ്ടി വരും. ദെൻ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ TOD സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. TOD ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ്. അതുകൊണ്ട് തന്നെ കൺട്രോൾസ് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമ്മൾ കൂടുതലും സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് വെച്ച് ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കാം. ഓർ മേ ബി കൺട്രോൾസ് എല്ലാം സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ TOD മാത്രം വെച്ച് ക്ലോസ് ചെയ്യാം, ഓർ ഇതിന് രണ്ടിനും കോമ്പിനേഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും
ഇറ്റ്സ് വെരി ഈസി. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം SA315 നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാൻ വരില്ല. സോ അത് ആദ്യം പഠിച്ചിട്ട് വേണം ഇത് വൃത്തിക്ക് പഠിക്കാനായിട്ട്. അങ്ങനെയാണ് ഇത് വളരെ ഈസി ആയിട്ട് പോകുന്നൊരു essay ആണ്.